വാപ്പക്ക് മക്കളെല്ലാം പേടിയാ. കാരണം മക്കൾ തിരിച്ച് വാപ്പക്ക് കൊട്ടേഷൻ കൊടുക്കുന്ന കാലഘട്ടം. അള്ളാഹു നൽകുമാറാവട്ടെ, അള്ളാഹു കാത്തിരിക്കുമാറാവട്ടെ. ഞാൻ ജോലി ചെയ്യണ പള്ളിയിൽ ഒരു ടിപ്പർ ഓടിക്കുന്ന ഒരു ചങ്ങാതി ഉണ്ട്. ഇപ്പൊ ഇവിടെ 80% വണ്ടി ഓടിക്കണ മക്കളാ, അല്ലെ? വണ്ടി ഓടിക്കണ മക്കളാ. അള്ളാഹുർക്ക് ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ, ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. ഈ ഡ്രൈവർമാരെ വില കുറച്ച് കാണുന്ന ചില ആളുകളുണ്ട്. ഡ്രൈവർമാർക്ക് പെണ്ണ് കൊടുക്കൂല എന്ന് പറഞ്ഞ ചില ആളുകളൊക്കെ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അൽഹംദുലില്ലാഹ്, ഈ ഡ്രൈവിംഗ് ജോലി എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു അനുഗ്രഹമാണ്, അത് വല്ലാത്തൊരു തൗഫീഖാണ്. ഒരേ സമയത്ത് തന്നെ റോഡ് നോക്കണം, ഒരേ സമയത്ത് തന്നെ സൈഡ് നോക്കണം, ഒരേ സമയത്ത് തന്നെ സ്റ്റിയറിംഗ് ഇരിക്കണം, ഒരേ സമയത്ത് തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് മാറ്റണം, ഒരേ സമയത്ത് തന്നെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതൊക്കെ ഡ്രൈവർമാർക്കല്ലാതെ ആർക്കാ പറ്റുക? നമ്മുടെ നാട്ടിൽ ഡ്രൈവർമാരില്ലായിരുന്നെങ്കിൽ നമ്മൾ പട്ടിണി കിടക്കേണ്ടി വന്നേനെ. അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ. ശരിയല്ലേ? ഓരോറക്കം ഒളിച്ചുകൊണ്ട് വണ്ടി ഓടിക്കണോണ്ടാണ് സാധനങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ നമുക്ക് എത്തണത്. അല്ലാഹുവേ, ഞങ്ങളുടെ നാട്ടിലെ ഡ്രൈവർമാർ അവർക്കൊക്കെ ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ, ദീർഘായുസ് നൽകണേ റഹ്മാനെ. അവർക്കൊക്കെ നീ ഖൈറിന്റെ കവാടങ്ങൾ നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ. നിഅമത്തുകൾ അവർക്ക് നീ ഏറ്റി കൊടുക്കണേ റഹ്മാനെ. അവർക്ക് നീ അപകടങ്ങളെ തൊട്ട് നീ കാത്തിരക്ഷിക്കണേ റഹ്മാനെ. അവരുടെ കുടുംബത്തിന് നീ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ. ഞാൻ നിങ്ങളോട് എൻ്റെ പ്രിയപ്പെട്ടവരെ പറയുകയാണ്, സ്നേഹത്തിൽ പറയുകയാണ്, മാതാപിതാക്കളുടെ പൊരുത്തമില്ലാതെ വിട പറഞ്ഞു പോയാൽ അതെന്റെ പ്രിയപ്പെട്ടവർ ഈമാൻ കെട്ടുള്ള മരണം അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞേ, ഉസ്താദേ ഞാൻ ടിപ്പർ ലോറി ഓടിക്കണ ചങ്ങാതി ഉസ്താദേ, ഞാൻ എൻ്റെ വാപ്പാനോട് വേണ്ടിയിട്ട് 12 കൊല്ലം ഉസ്താദേ, ഒരു സ്വത്തിന്റെ പേരിലുള്ള പ്രശ്നം. എന്റെ ടിപ്പർ ലോറിയുടെ മുമ്പിൽ എങ്ങനെ വാപ്പ വന്ന് ചാടിയാൽ ചിലപ്പോൾ ഞാൻ ബ്രേക്ക് ചവിട്ടൂല എന്ന് സ്വന്തം മകൻ പറയുമ്പോ അല്ലാഹു ഞങ്ങളെ നീ കാത്തിരിക്കണേ റഹ്മാനെ, ഈമാൻ നൽകണേ റഹ്മാനെ. വാപ്പയോട് മിണ്ടാത്ത വീടുണ്ടെങ്കിൽ അത് നരകത്തിലേക്കുള്ള വീടാ. നബിഗിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ, വാപ്പ മരിച്ചവരുണ്ടെങ്കിൽ ധൈര്യത്തിൽ നിന്ന് കൈവയ്ക്കപ്പ. വാപ്പ മരിച്ചവര്, വാപ്പ മരിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, മരിച്ചവര് അല്ലാഹു ഖബർ വിശാലാക്കട്ടെ, സ്വർഗം നൽകുമാറാവട്ടെ. ഉമ്മ മരിച്ചവരുണ്ടെങ്കിൽ എന്ന് കൈവയ്ക്കപ്പോ ഉമ്മ മരിച്ചവര് അല്ലാഹുവിന് സ്വർഗം നൽകണേ റഹ്മാനെ. ഞാൻ ചോദിക്കട്ടെ, നഷ്ടമല്ലേ? ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ വാപ്പായും ഉമ്മായും മരിച്ചിട്ട് അവരുടെ ഖബറിന്റെ ചാരെ വെള്ളിയാഴ്ച അല്ലാത്ത ദിവസങ്ങളിൽ പോയി ആ വാപ്പയുടെയും ഉമ്മയുടെയും ഖബറിന്റെ ചാരെ പോയിട്ട് ഒരു ഫാത്തിഹ എങ്കിലും ഓതുന്ന മക്കളുണ്ടെങ്കിൽ കൽബറിന് കൊണ്ട് അൽഹംദുലില്ലാഹ് പറഞ്ഞു. കൈയും കാലം ഒന്നും പൊക്കണ്ട. വെള്ളിയാഴ്ച യൗമുൽ ജുമുഅ എന്നൊരു ദിവസം നമുക്കില്ലായിരുന്നെങ്കിൽ നമ്മളിൽ പലരും ആ ഖബർസ്ഥാനിൽ എൻ്റെ പ്രിയപ്പെട്ടവര് പോകൂലായിരുന്നു. അല്ലാഹുവേ, നീ കാത്തിരിക്കണേ റഹ്മാനെ, ഈമാൻ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ റബ്ബേ. മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഖബർ നീ വിശാലമാക്കണേ റഹ്മാനെ. മൻ ഖബ്ബല ഐനൈഹി ഉമ്മിഹി കാന ലഹു സിത്റൻ മിനന്നാർ. അമ്മയുടെ നെറ്റിത്തടത്തിൽ മുത്തം കൊടുത്താൽ കനലഹു സിത്റമിനന്നാർ, അത് നരകത്തിൽ നിന്ന് കാവല. നബിഗിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പയോട് മിണ്ടാത്ത വീട് അത് നരകത്തിന്റെ വീടാ. റസൂലുള്ളാഹിയുടെ മദീനയിൽ പാട്ടുപാടിയിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹിയുടെ മദീനയിൽ പാട്ടുപാടിക്കൊണ്ടിരുന്ന, നബി തങ്ങളുടെ മധു പാടിക്കൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങളുടെ മദീന പള്ളിയിലോ സുബ്ഹാനല്ലാഹ് നബി തങ്ങളുടെ മൗലിദിന്റെ പ്രിയമുള്ളവരെ പാടിയിരുന്ന ഒരു ചെറുപ്പക്കാരൻ എന്റെ പ്രിയമുള്ളവരെ ഉണ്ടായിരുന്നു. ഒരു ദിവസം അതാ ആ ചെറുപ്പക്കാരൻ എന്റെ പ്രിയമുള്ളവരെ റസൂലുള്ളാഹിയുടെ മധു പാടിയപ്പോ ഒരു സമ്മാനമുണ്ടല്ലോ ലഭിക്കുകയാ. ആ സമ്മാനം എന്റെ പ്രിയമുള്ളവരെ കൊണ്ടുവരികയാ. സുബ്ഹാനല്ലാഹ് മഅദല്ലാഹ് നഊദു ബില്ലാഹ്. ആ സമ്മാനം അതാ വീടിന്റെ ഉമ്മറ പടിയിലേക്ക് കൊണ്ടുവരികയാ. അതിങ്ങനെ കൊണ്ടുവരുമ്പോ ആ സമ്മാനം ഇങ്ങനെ കൊണ്ടുവന്നു കൊണ്ട് പറയുകയാ, ആരെങ്കിലും ഒരാളെന്റെ പ്രിയമുള്ളവര് റസൂലുള്ളാഹിയുടെ മദ്ഹ് പാടിയപ്പോ എനിക്ക് കിട്ടിയ സമ്മാനമാണല്ലോ, ആരെങ്കിലും ഒരാ ഈ സമ്മാനം തകർത്ത് കളഞ്ഞ അവന്റെ കൈയുണ്ടല്ലോ, ഞാനതോ തകർത്ത് കളയുന്നതോ. പടച്ചവനെ അതിങ്ങനെ പ്രഖ്യാപിക്കുകയാ. അലിയാര് തങ്ങള് പള്ളിയിലേക്ക് കടന്നു വരികയാ. അലിയാര് തങ്ങള് മദീന പള്ളിയിലേക്ക് കടന്നു വരികയാ. മദീന പള്ളിയിലേക്ക് കടന്നു വരുമ്പോ ഒരു പ്രായമുള്ള പിതാവുണ്ടല്ലോ കരയുകയാ. അലിയാര് തങ്ങൾ ഇങ്ങനെ വാപ്പയെ വിളിക്കുകയാ. വാപ്പയോട് ചോദിക്കുകയാ, വാപ്പാ
എന്തിനാ കരയുന്നത് വാപ്പോ? ആ വാപ്പയതാ കരഞ്ഞുകൊണ്ട് പറയുകയാ, എന്റെ മകനുണ്ടല്ലോ റസൂലുള്ളാഹിയുടെ മദീന പള്ളിയിൽ മദ്ഹ് പാടുന്നവനാ. അവനതാ മദ്ഹ് പാടി വീട്ടിലേക്ക് കടന്നു വരുമ്പോ അവനൊരു സമ്മാനമുണ്ടല്ലോ, മദീനയിൽ നിന്ന് കിട്ടിയല്ലോ. ആ സമ്മാനമതാ ആരെങ്കിലും ഒരാൾ തകർത്ത് കളഞ്ഞാൽ അവരുടെ കൈയുണ്ടല്ലോ അറുത്തു കളയുന്നതാ. അലിയാർ തങ്ങളാ വാപ്പയോട് ചോദിക്കുകയാ, വാപ്പാ അതിനെന്തിനാണ് വാപ്പാ നിങ്ങൾ കരയുന്നത്? എന്തിനാണ് വാപ്പാ? ആ വാപ്പയതാ കരഞ്ഞുകൊണ്ട് പറയുകയാ, തങ്ങളെ എന്റെ കൈ കൊണ്ടാണല്ലോ ആ സമ്മാനമുണ്ടല്ലോ നശിച്ചുപോ. തങ്ങളെ എന്റെ മകനതാ കടന്നു വന്നു കഴിഞ്ഞാ എന്റെ കൈയുണ്ടല്ലോ അറുത്ത് കളയുന്നതോ പേടിയാണ് തങ്ങളെ. അലിയാര് തങ്ങളാ പൊന്നുമോനെ വിളിക്കുകയാ. ആ പൊന്നുമോനോട് പറയുകയാ, മോനെ നിന്റെ വാപ്പയാണെങ്കിലോ നിന്റെ സമ്മാനമുണ്ടല്ലോ തകർത്തു കളയുന്നത്. നിന്റെ വാപ്പയാണെങ്കിലോ നീയുണ്ടല്ലോ വാപ്പയുടെ കൈയുണ്ടല്ലോ അറുത്തു കളയുമോടാ. ഇതങ്ങ് പറയുമ്പോ പൊന്നുമോന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയോ, ഇല്ല തങ്ങളെ ഞാൻ അറിയാതെ പറഞ്ഞതാ തങ്ങള്. അലിയാര് തങ്ങള് പറയുകയാ, വീട്ടിലേക്ക് കടന്നു ചെല്ലുക. നിന്റെ വാപ്പയുടെ പൊരുത്തമുണ്ടല്ലോ നീ വാങ്ങിക്കാതെ മോനെ, നിന്റെ ഇബാദത്തുകളുണ്ടല്ലോ അല്ലാഹു വേണ്ട എന്ന് പറയുകയാ. നഊദു ബില്ലാഹ് സുബ്ഹാനല്ലാഹ്. ആ പൊന്നുമോനന്റെ പ്രിയമുള്ളവര് കടന്നു ചെല്ലുകയോ, വാപ്പയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. വാപ്പയോട് സലാം പറയുകയാ. വാപ്പയുടെ ചാരത്തേക്ക് നടന്നു ചെല്ലുകയാ. വാപ്പയുടെ അടുത്തേക്ക് ചെല്ലുമ്പോ വാപ്പ പിന്നോട്ട് വലിയുകയോ, വാപ്പ പയ്യ മാറുകയോ, വാപ്പ കരയുകയാ. വാപ്പ കരഞ്ഞുകൊണ്ട് പറയുകയാ, മോനെ അറിയാതെ സംഭവിച്ചതാടാ, അറിയാതെ സംഭവിച്ചതാടോ. നിന്നെ സമ്മാനമുണ്ടല്ലോ എന്റെ കൈ തട്ടിയിട്ട് അറിയാതെ സംഭവിച്ചു പോയതാടാ, അറിയാതെ താഴെ വീണടാതാ. പൊറുക്കണേടാ, പൊറുക്കണേടാ, പൊറുക്കണേടാ. പടച്ചവനെയാ പൊന്നുമോനുണ്ടല്ലോ വാപ്പയെ കെട്ടിപ്പിടിക്കുകയാ. വാപ്പയോട് പറയുകയോ, വാപ്പാ പൊറുക്കണേ വാപ്പാ, അറിയാതെ പറഞ്ഞതാണ് വാപ്പാ, അറിവില്ലായ്മ കൊണ്ട് അറിയാതെ പറഞ്ഞതാണ് വാപ്പാ, എന്നോട് പൊറുക്കണം വാപ്പാ. വാപ്പ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയാടാ, അൽഹംദുലില്ലാഹ് പൊരുത്തമാടാ. വാപ്പയെ കുളിപ്പിക്കുകയാ, വാപ്പാക്ക് പുതുവസ്ത്രം നൽകുകയാ. അലിയാര് തങ്ങളുടെ ചാരത്തേക്ക് ചെല്ലുകയാ. അലിയാര് തങ്ങളോട് രണ്ടുപേരും സലാമടക്കുകയാ. അലിയാര് തങ്ങളോട് പറയുകയാ, അലിയാര് തങ്ങളെ എന്റെ വാപ്പയുണ്ടല്ലോ എനിക്ക് പൊറുത്തു തന്നു തങ്ങളെ, എനിക്ക് പൊറുത്തു തന്നു തങ്ങള്. അലിയാര് തങ്ങള് പറയുകയാ, മോനെ വാപ്പ പൊറുത്തു തന്നില്ലെങ്കിൽ നിന്റെ ഇബാദത്തുകളുണ്ടല്ലോ അത് അല്ലാഹ്ക്ക് വേണ്ട. അലിയാര് തങ്ങളുടെ ചാരത്ത് വാപ്പയുടെ പൊരുത്തം വാങ്ങിച്ച് വന്നിട്ട് സുബ്ഹാനല്ലാഹ് ആ പ്രിയപ്പെട്ട പിതാവ് കൈപിടിക്കുമ്പോ അലിയാര് തങ്ങൾ പറയാം, മോനെ നീ എത്ര മദ്ഹ് പാടിയിട്ടും കാര്യമില്ല, എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല, വാപ്പയുടെ പൊരുത്തമില്ലെങ്കിൽ അത് വല്ലാത്ത പ്രയാസം അല്ലാഹു നൽകുമാറാവട്ടെ.